ആ, ശ്രീ ശ്രീജിത്ത് പണിക്കർ നമ്മളോടൊപ്പം ചേരുന്നു ഈ ചർച്ചയിൽ. ശ്രീജിത്ത് പണിക്കർ, ഈ അനന്തു കൃഷ്ണന്റെ ഈ പാതിവില്ല തട്ടിപ്പിന്റെ വ്യാപ്തിയും അതിലെ ഉന്നതരുടെ ഇടപെടലിനെയും കുറിച്ച് താങ്കൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലൂടെ ശരിയായ വിവരങ്ങൾ പുറത്തു വരും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആം, ശ്രീ ഗോപി, കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരുപക്ഷെ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനേക്കാൾ വ്യാപ്തി ഒരുപക്ഷെ ഇതിനുണ്ടാകാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ എത്ര ആൾക്കാർ ഇരയായിട്ടുണ്ട് എന്നുള്ളത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന നമ്പർ ഓഫ് കേസസ് വഴിയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഞാനിതിൽ മനസ്സിലാക്കുന്നത്, ഒരു അന്വേഷണം കാര്യക്ഷമമായി നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വാധീനം അതിൽ നിന്ന് ബാഹ്യമായിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നിടത്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതിയോ, ഇനി മറ്റേതെങ്കിലും ഒരു ഏജൻസി അന്വേഷിച്ചത് കൊണ്ട് കാര്യമുണ്ടോ, കേന്ദ്ര ഏജൻസി തന്നെ വന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിബേറ്റബിൾ ആകുന്നത് അവിടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ തന്നെ നിരവധി രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്. ഇപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കേവല ആരോപണങ്ങളാണ് എങ്കിൽ, ചില ആൾക്കാർ വ്യക്തിപരമായി പണം സ്വീകരിച്ചിട്ടുണ്ട് എന്നും പാർട്ടികൾ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നും എല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിരിക്കുന്നതാണ് എങ്കിൽ, ഒരു പാർട്ടി ഫണ്ടിലേക്ക് പണം വാങ്ങിയിരിക്കുന്നതാണ് എങ്കിലൊക്കെ തന്നെ പാർട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു ന്യായീകരണം ഉണ്ടാകും. പക്ഷെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ന്യായീകരണങ്ങളൊന്നും തന്നെ വിലപ്പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ലീഗൽ മാക്സിം ഉണ്ടല്ലോ, ഈ നീതി എന്നത് നടപ്പാക്കിയാൽ പോരാ, അത് നടപ്പാക്കിയെന്ന് പൊതുജനത്തിന് ബോധ്യവും കൂടി ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഏത് ഏജൻസി ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ഇതിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും അവരുടെ നേതാക്കന്മാരും ഒക്കെ തന്നെ പലപ്പോഴും പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിൽ ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരല്ല, മറിച്ച് ഞങ്ങളും തട്ടിപ്പിന് വിധേയരായിരിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നു. ഈ പദ്ധതികളെയൊക്കെ തന്നെ എൻഡോഴ്സ് ചെയ്തിരിക്കുന്ന പല ആൾക്കാരും നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളാണ്. ജനപ്രതിനിധികളല്ലാത്ത ആൾക്കാർ പോലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തിന്റെ ഫലം ഉണ്ടായാൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം ഉണ്ടാകും. ഭരിക്കുന്ന പാർട്ടി, അതിപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും ഇതിൽ ഒരു അന്വേഷണം ഉണ്ടാകുന്ന സമയത്ത് ഒരു ബയാസ് നിശ്ചയമായിട്ടും ആരോപിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു എൻക്വയറി എത്രത്തോളം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും എന്നതിനെ പറ്റിയൊക്കെ എനിക്ക് വലിയ ആശങ്ക ഈ ഒരു ഘട്ടത്തിലുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഇപ്പോൾ സഹകരണ ബാങ്കിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ തട്ടിപ്പിന് ഇരയായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം അവരിതിൽ പകുതി പണമാണെങ്കിലും അവർ നിക്ഷേപിക്കുന്നത് എന്ത് കണ്ടുകൊണ്ടാണ്? ഇതിനെ എൻഡോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം അവിടെ പ്രവർത്തിച്ചു എന്നതിനെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ സായി ഗ്രാമം പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ തലപ്പത്തിരിക്കുന്നു. റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അവിടെ ഇരിക്കുന്നു. ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്ന പല മന്ത്രിമാരുണ്ട്, ഇവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന പല മന്ത്രിമാരുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും തന്നെ വേദി പങ്കിട്ടുകൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ നിൽക്കുന്നു. പിന്നെ നമ്മൾ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവനയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഇവർ വ്യത്യസ്തരാകുന്നത് ഇതിന്റെ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അവരുടെ മുഖങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരുപക്ഷെ ഇവരാരും തന്നെ ഇതിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നു എന്ന അർത്ഥത്തിൽ പറഞ്ഞതാവില്ല. പക്ഷെ ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് പൊതുസമൂഹത്തിന് നൽകിയിരിക്കുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള തട്ടിപ്പുകാരെ പോലെ അല്ല, ഇവർക്കൊരു സെൻസ് ഓഫ് ജെനുവിനെസ് ഇവരുമായി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ എൻഡോഴ്സ് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഇതിന്റെ ഒരു എക്സ്റ്റൻഡഡ് ലയബിലിറ്റി ബെയർ ചെയ്യേണ്ടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള നിക്ഷിപ്ത താല്പര്യവും ഇല്ലായിരുന്നു എന്ന് പൊതുജനങ്ങളോട് ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും കാര്യക്ഷമമായിട്ടുള്ള ഒരു എൻക്വയറി ഇവിടെ നടക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു എൻക്വയറി നടക്കുമോ? നടന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ ഈ എൻക്വയറി ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നയിക്കുന്നത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും ഉള്ള ആൾക്കാരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് രീതിയിലത്തേക്കുള്ള തീരുമാനമാണ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ ചില ഇംപ്ലിമെന്റേഷൻ ഏജൻസികൾ, ഉദാഹരണത്തിന് ശ്രീ എൻ രാധാകൃഷ്ണന്റെ സൈൻ എന്ന് പറയുന്നുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ഏജൻസി, ആ ഏജൻസി ഇതേപോലെ ആരോപണം നേരിടുന്നുണ്ട്. പക്ഷേ ഈ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ആ കാര്യത്തിൽ പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പണമിടപാടുകളില്ല എന്ന് പറയുന്നു. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം അദ്ദേഹത്തിന് മേലുമുണ്ട്. അദ്ദേഹം പറയുന്നത് താനും ഇതിന്റെ ഒരു ഇരയാണ് എന്നാണ്. അപ്പോൾ എല്ലാവരും എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിരവധി ആൾക്കാർ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുടേതും അതിൽ ഗൂഢമായിട്ടുള്ള ഒരു ഉദ്ദേശമാണ് എന്ന് കരുതാനായിട്ട് കഴിയില്ല. അതിപ്പോ മന്ത്രി ശിവൻകുട്ടിയാണ് എങ്കിലും, ഇപ്പോൾ ഇവരുടെ ചടങ്ങുകളിൽ സംബന്ധിച്ചു എന്ന് പറയുന്ന മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും CPM അവരുടെ ഭാഗത്തു നിന്ന് സംഭാവന വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും, AN രാധാകൃഷ്ണൻ അടക്കമുള്ള നിരവധി ആൾക്കാരുടെ ഇംപ്ലിമെന്റേഷൻ ഏജൻസികളാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു സിസ്റ്റം ഒന്നുകിൽ ഇവരെ വളരെ വിദഗ്ധമായിട്ട് കബളിപ്പിച്ചു എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. കാരണം
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഇതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ കളങ്കമില്ലാത്ത ഒരു ഇമേജ് ഉണ്ട്. അവരുടെ പബ്ലിക് ലൈഫിലാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും അങ്ങനെയുള്ള ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഈ അനന്തകൃഷ്ണനാണെങ്കിലും അല്ലെങ്കിൽ ഇതേ വ്യക്തികൾക്കാണെങ്കിലും സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത്. അതായത് അപ്പൊ അത് എക്സ്പോസ് ശ്രീജിത് ചെയ്യുന്ന പണിക്കർ, സമയത്ത് താങ്കൾ പറയുന്നത് ഇത് കവറപ്പ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ കേസിൽ നിലനിൽക്കുന്നുണ്ടെന്നും അനന്തു കൃഷ്ണൻ പലപ്പോഴായി നടത്തുന്ന ഈ മാധ്യമങ്ങളോടായി നടത്തുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ വേറൊരു തരത്തിൽ നിങ്ങളുടെയൊക്കെ പേര് പറയാൻ എന്നെ നിർബന്ധിക്കരുതെന്ന് അവരെ ഒന്ന് പേടിപ്പിക്കുന്ന തരത്തിലാണെന്നും നമുക്ക് മനസ്സിലാക്കാമോ? അങ്ങനെയാണെങ്കിൽ ഈ പണം നഷ്ടപ്പെട്ടവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട അവരുടെ പണം അത് മാത്രമാണ് ഇതിൽ അവശേഷിക്കാൻ പോകുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അങ്ങനെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ ശ്രീ ഗോപികൃഷ്ണൻ അനന്തുവിനെ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ നോക്കി. അദ്ദേഹം തീരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിശ്ചയദാർഢ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാനുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അദ്ദേഹം മാത്രമായിരിക്കില്ല, ഇതിൻ്റെ ചീഫ് പെർപെട്രേറ്റർ ആയിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടാകും. മറ്റാരെങ്കിലും ഇതിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആരുടെ അടുത്തേക്കെങ്കിലും അന്വേഷണം നീളുകയാണെങ്കിൽ ആ അന്വേഷണം ഒരുപക്ഷെ അവിടെ വെച്ച് അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കാണിക്കുന്നത്. അതല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു വ്യക്തി ഈ രീതിയിലത്തേക്കുള്ള ഒരു തട്ടിപ്പ് നടത്തി ആ തട്ടിപ്പ് പിടിക്കപ്പെട്ടു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് അല്ല പരസ്യമായിട്ട് അയാൾ പ്രകടിപ്പിക്കേണ്ടത്. അപ്പോൾ അത്രത്തോളം രീതിയിലത്തേക്കുള്ള ഒരു ആത്മവിശ്വാസം അയാൾ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിന് അയാൾക്ക് നൽകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതിൽ ഉന്നതരായിട്ടുള്ള പല ആൾക്കാരുമുണ്ട്, അവരെല്ലാവരും തന്നെ അന്വേഷണത്തിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു ധൈര്യമായിരിക്കാം. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അതായത് പണം നിക്ഷേപിച്ചിട്ട് ഇതുവരെയും അവർക്ക് ഈ പറയുന്ന നിരക്കുകളിൽ, സൗജന്യ നിരക്കുകളിൽ ഈ പ്രോഡക്റ്റ് ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ട് എങ്കിൽ അവരുടെ പണം നഷ്ടപ്പെട്ടു എന്ന രീതിയിലത്തേക്ക് വേണം മനസ്സിലാക്കാൻ. അതല്ലാതെ ഈ പണം എത്ര ആൾക്കാർ തിരിച്ചു കൊടുക്കും? അപ്പോൾ നമ്മൾ ഇതിനകത്ത് കേൾക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കണ്ടപ്പോൾ അതിൽ വന്നിരിക്കുന്ന BJP പ്രതിനിധികൾ പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സൈൻ പോലെയുള്ള ഏജൻസികൾ ധനസമാഹരണമൊക്കെ നടത്തിയിട്ട് ഈ പണം തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുവെന്നാണ്. പക്ഷേ അവർ മാത്രം പണം കൊടുത്തതുകൊണ്ട് ഇതായില്ലല്ലോ. മറ്റെത്രയോ ഏജൻസികളുണ്ട്, ഇംപ്ലിമെന്റേഷൻ ഏജൻസികളുണ്ട്, പല ജനപ്രതിനിധികൾ തന്നെ, പല വാർഡ് മെമ്പർമാർ തന്നെ ഇതിലൊക്കെ തന്നെ ആൾക്കാരെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ആൾക്കാരും വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് പറയുന്നത് തങ്ങൾ ഇത്രയും കാലം പൊതുരംഗത്ത് നിന്ന് പൊതുപ്രവർത്തനം നടത്തിയിരിക്കുന്നത് എല്ലാം തന്നെ വളരെ മാന്യമായിട്ടുള്ളതാണ്. ഈ ഒരൊറ്റ വിഷയത്തിൽപ്പെട്ട് അവരുടെ ആ ഒരു സൽപ്പേര് നശിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങൾ ആരും തന്നെ ഇതിൽ നിന്ന് പണം പറ്റിയിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നത് അവർ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് പോലും ഇതിൻ്റെ സത്യാവസ്ഥ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം, നിരപരാധിത്വം ബോധ്യപ്പെടുത്തണം, എന്നിട്ട് ഈ പണം അവർക്ക് തിരിച്ചു നൽകാൻ ഏതെങ്കിലും മാർഗങ്ങളിൽ കഴിയുമെങ്കിൽ അത് ചെയ്യണമെന്നാണ്. അപ്പം ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഇതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, അത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണെങ്കിലും അല്ല എങ്കിലും, ഇത് തട്ടിപ്പാണ് എന്ന് അറിഞ്ഞുകൊണ്ട്, ഇതൊരു പോൺസി സ്കീം പോലെ പ്രവർത്തിക്കുന്നതാണ് എന്നൊന്നും അറിഞ്ഞുകൊണ്ട് ആരും പോയി ഇതിൽ തലവെക്കുമെന്ന് കരുതുന്നില്ല. കാരണം അങ്ങനെയുള്ള ഏതൊരു സ്കീമാണെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അത് എക്സ്പോസ് ചെയ്യപ്പെടും. അങ്ങനെയാണ് എങ്കിൽ അവിടെ റിസ്ക് ചെയ്യപ്പെടുന്നത് ഇവരുടെ എല്ലാവരുടെയും തന്നെ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള ഇമേജാണ്. അത് ഒരുപക്ഷെ ഇവരുമായി നേരിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ നമുക്ക് അതിൽ നിന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ ലാലി വിൻസെന്റിനെ പോലുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായിട്ടുള്ള ഫീസാണ് അവർക്ക് ഇത്തരത്തിലുള്ള കേസുകളിൽ നിന്ന് കിട്ടുന്നത് എങ്കിൽ ഇവരുടെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് അടുത്ത ക്ലോസ് ക്വാർട്ടേഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ കടന്നപ്പള്ളി രാമേന്ദ്രൻ ആയിക്കോട്ടെ, വി ശിവൻകുട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരാണ് മാത്യു കുഴൽനാടൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഡീൻ കുര്യാക്കോസ്, ഇങ്ങനെയുള്ള പല ആൾക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഉണ്ടാകണം. അപ്പോൾ ഇതിൽ ഈ പണം മുടക്കിയിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഇടനിലക്കാരായിട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ഏജൻസികളായിട്ട് നിന്നിരിക്കുന്ന ആൾക്കാർ പോലും ഒരുപക്ഷെ തട്ടിപ്പിനിരയായിട്ടുള്ള ആൾക്കാരായിരിക്കാം. എങ്കിൽ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടേണ്ടത് എന്താണ്? ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഏത് രീതിയിലായിരുന്നു എന്നാണ്. ഇപ്പോൾ ആൾക്കാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ, ആരെങ്കിലും ഒന്നിച്ചുള്ള ഫോട്ടോസ് ഉണ്ടോ, ഏതെങ്കിലും ചടങ്ങുകളിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു എയർലി കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് പകരം സമഗ്രമായ ഒരു അന്വേഷണത്തിൽ ഇയാളുടെ ഫൈനാൻഷ്യൽ ട്രെയിൽ കാണണം. ഇവർ തമ്മിൽ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള, ഈ അനന്തകൃഷ്ണൻ ആണെങ്കിലും ഈ ഇവരുടെ കോൺഫെഡറേഷൻ ആണെങ്കിലും മറ്റുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്, ആ ഫൈനാൻഷ്യൽ ട്രെയിൽ എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇവർ ബെനിഫിഷ്യറീസ് ആയിട്ടുണ്ടോ? അത് ഇത്തരത്തിലുള്ള ഇംപ്ലിമെന്റേഷൻ ഏജൻസികളായിക്കോട്ടെ, നമ്മുടെ ഈ ജനപ്രതിനിധികളായിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ അനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിൽ വഴിവിട്ട് ഒരു ബെനിഫിഷ്യറി ആയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. പക്ഷേ ആ പരിശോധിക്കപ്പെടുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമായിട്ട് വഴിവിട്ടൊരു സഹായം നൽകാനുള്ള സാധ്യത കുറവാണ്.